നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് നിങ്ങൾക്ക് അനുഗ്രഹീത പുരുഷനായിട്ടും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കൊരു ദൂതനെ ഞാൻ ഇതാ നിയോഗിച്ചിരിക്കുകയാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അദ്ദേഹം നിങ്ങളുമായുള്ള ടച്ച് എങ്ങനെയാണ്? നിങ്ങൾ പ്രയാസപ്പെടുന്നവർക്ക് കണ്ടു സഹിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ പ്രയാസപ്പെടാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ നിങ്ങൾ ജീവിച്ച് കിട്ടണം, നിങ്ങൾ മുസ്ലിമായി കിട്ടണം, നിങ്ങൾ ഇഹത്തിലും പരത്തിലും വിജയം നേടി കിട്ടണം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കിയതായ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കത് ആസ്വദിക്കാനും ഉള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടായി കിട്ടണം, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കിട്ടണം എന്നൊക്കെ റസൂലുള്ളാഹിക്ക് നിർബന്ധമായിരുന്നു. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളോട് അങ്ങേയറ്റം അലച്ച അല്ലെങ്കിൽ അത്യാഗ്രഹം പുലർത്തലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായി കിട്ടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. അതിനുവേണ്ടി അടിയും ശകാരവും ചീത്തയും അതുപോലെ തന്നെ ധാരാളം കഷ്ടതകളും അനുഭവിച്ചു. നാട് വിട്ടോടേണ്ട പ്രയാസമുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം തുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. നിങ്ങൾ അവരുടെ ബേക്കിൽ അവരൊന്ന് മുസ്ലിമായി കിട്ടട്ടെ എന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട്, നിങ്ങൾ അതിനു വേണ്ടി അത്യാഗ്രഹം പുലർത്തിയും കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അത്രയും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന രൂപത്തിലായിപ്പോയല്ലോ എന്ന് അള്ളാഹു സംസാരിച്ചതായി കാണാം സൂറത്തുൽ കഹ്ഫിൽ. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് അത്യാഗ്രഹമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകൾ, അത് ഉമ്മത്തു ദഅവയാവട്ടെ ഉമ്മത്തുൽ ഇസ്തിൻജാബയാവട്ടെ, അഥവാ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു കിട്ടണം, സത്യവിശ്വാസികളായി കിട്ടണം എന്ന നിർബന്ധമായിരുന്നു. എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സന്തോഷവാർത്ത നൽകുന്നു. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരാമെന്ന് ഉറപ്പ് നൽകിയതായ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരുന്നു. അതെല്ലാം ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത. എല്ലാ നബിമാരും ആ ദഅവത്ത് ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട്. അള്ളാഹു വാഗ്ദാനം ചെയ്തതായ പ്രാർത്ഥനകൾ എല്ലാ നബിമാരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിന് മറുപടി ലഭിക്കുകയും അതിലൂടെ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഇന്നി ഇഖ്തബഅതു, പക്ഷേ ഞാൻ ഒളിപ്പിച്ചു വെച്ചു, ഞാൻ പിന്തിപ്പിച്ചു വെച്ചു. എനിക്ക് അള്ളാഹു ചെയ്തു തന്നതായ ആ ദഅവത്തിനെ എന്തിനു വേണ്ടിയാണ്? എന്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്തിന് വേണ്ടി പരലോകത്തിൽ പ്രാർത്ഥിക്കാൻ, ആ ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഹിയ നായിലത്തുൻ, ആ ശഫാഅത്ത് എന്റെ ഉമ്മത്തുകൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിബന്ധന എന്താണ്? മമ്മാത മിൻഹും ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. പക്ഷേ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കി അറുത്ത്, അള്ളാഹുവിന് മാത്രമല്ല ആരാധനകളെ സമർപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ദാസികളായി ജീവിച്ച വിഭാഗത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ചതാണ് എന്ത്? ആ പരലോകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശഫാഅത്തിന് അധികാരം കൊടുക്കുക എന്നത്. ആ ശഫാഅത്തിന്റെ അധികാരം കൊടുക്കുന്ന സന്ദർഭത്തിൽ ശഫാഅത്ത് ലഭിക്കൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ഒറിജിനൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്ക് മാത്രമാണ്. റസൂലിനെ കുറിച്ച് വീണ്ടും തുടർന്നു വേറെ ഹദീസുകളിലൂടെ, മസലീക മസലു റജുലിൻ, എന്റെ ഉദാഹരണം ഈ രൂപത്തിലാണ്. ഒരു മനുഷ്യൻ തീ ഉണ്ടാക്കുന്നു, തീ പുകപ്പിക്കുന്നു. ഇസ്തൗഖദ നാറ ഫലമ്മ അല്ലാഅത്, അത് അതിന്റെ പരിപൂർണത കുറിച്ചപ്പോൾ പാറ്റകൾ വന്നിട്ട് അതിലേക്ക് വീഴാൻ ആരംഭിക്കുന്നു. അപ്പോൾ ആ പാറ്റകളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതുപോലെ ഇവിടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് വാണിംഗ് നൽകിയതായ ആ നരകത്തിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് അന ആഖിദും ബിഹുജസികും അനിന്നാർ, നിങ്ങൾ നരകത്തിലേക്ക് ഓരോരുത്തരും വീഴുകയാണ്, ഓരോരുത്തരും വന്ന് വീഴുകയാണ്. ഏതുപോലെ ആ പാറ്റകൾ വീഴുന്നത് പോലെ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ബേക്കിലേക്ക് നിങ്ങൾ ഹലുമ്മ അനിന്നാർ, നരകത്തിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഫതഗ്രിബൂനനി, നിങ്ങൾ എന്റെ വാക്ക് കൂട്ടാക്കാതെ നിങ്ങൾക്ക് നരകത്തിൽ ചാടണമെന്ന നിർബന്ധം പോലെ. ഫതഖഹമൂന ഫിഹ, നിങ്ങൾ അതിലേക്ക് വീഴുന്നു, ഏതുപോലെ പാറ്റകൾ വീഴും പോലെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിടം മുതൽ പോയത് വരെ, അഥവാ ദഅവത്ത് ആരംഭിച്ചിടം മുതൽ അവസാനിക്കുന്നത് വരെ ഉമ്മത്തുകളോട് നിങ്ങൾ സ്വർഗവാസികളാവണം, നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പാടുപെടണം, നിങ്ങൾ നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടണം, അതിനുവേണ്ടിയാണ് നിങ്ങളിലേക്ക് എന്നെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തു കൊടുത്തതായ ആ വിശാലമായ അനുഗ്രഹത്തെ ഖുർആൻ
ഖുർആനിൽ പല രൂപത്തിൽ പല ഇനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. നിങ്ങളെ പരലോകമോക്ഷം നേടാൻ വേണ്ടിയുള്ളതായ ആ പരിശ്രമം ഞാൻ നടത്തുക തന്നെ ചെയ്യും. മറ്റു നബിമാരെല്ലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാന്റെ വാഗ്ദാനം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചതായ ആ പ്രാർത്ഥനകളല്ല എന്റെ പ്രാർത്ഥന. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാക്കി മാറ്റിയ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായ ശഫാഅത്തിനെ അള്ളാഹ് അംഗീകരിക്കണം എന്നത് എന്റെ നിർബന്ധമായിരുന്നു. ഒരവസരത്തിൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് സുന്നത്ത് നമസ്കരിച്ചു. നമസ്കാരത്തിൽ ഒരായത്ത് ഓതിക്കൊണ്ട്, ഒരായത്ത് മാത്രം ഓതിയും കൊണ്ട് ഒരു രാത്രി കഴിച്ചു കൂട്ടി. നിസ്കാരത്തിൽ ആ ആയത്തിൽ യഥാർത്ഥത്തിൽ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്നതായ ആ ആയത്ത് നാം പലപ്പോഴും കേട്ടതാണ്. എന്താണ് അതിന്റെ അർത്ഥം? മഹാനായ ഈസ നബി അലൈഹിസ്സലാം പരലോകത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് വിചാരണ ചെയ്യപ്പെടുന്നു. ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കുന്നു, ലോക ക്രിസ്ത്യാനികളോട് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനും നിങ്ങളെ ആരാധിക്കാനും നിങ്ങളുടെ ഉമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാനും അവരാരാധിക്കാനും ഇതൊക്കെ നിങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഈസ അവിടുന്ന് പറയുന്നതാണ്, റബ്ബേ അതില്ല എന്നതും ഞാൻ എന്ത് പറഞ്ഞു എന്നതും ഒക്കെ നീ അറിയുന്ന കാര്യമാണല്ലോ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അഥവാ ലോക ക്രിസ്ത്യാനികളായ അള്ളാഹുവിന്റെ കൂടെ ശിട്ടികളെ പങ്കു ചേർത്ത് ഈസ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈസ നബി അലൈഹി ഇസ്ലാമിനെ നേർച്ചയാക്കി അവരെ ആരാധ്യ വസ്തുവാക്കി കണ്ടതായ ആ വിഭാഗത്തെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമയാണ്. വൈൻ തൗഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ മാന്യനാണ് എന്നീ പദം ഉൾക്കൊള്ളുന്നതായ ആയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പൊട്ടി കരഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സന്ദർഭത്തിൽ ജിബ്രീൽ വന്ന വാർത്തയും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ച വാർത്തയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് എന്റെ ഉമ്മത്തുകളുടെ കാര്യത്തിൽ പറയണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മത്തി അവരെ രക്ഷിക്കുന്ന കാര്യം, അവർക്ക് ശഫാഅത്തിന്റെ അധികാരം എനിക്ക് തരുന്ന കാര്യം, അവരെ പരലോകത്തിൽ ശഫാഅത്തിലൂടെ എനിക്ക് അവരെ മോചിപ്പിക്കാൻ പറ്റുന്ന കാര്യം, അതൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാർത്തയും ഇവിടെ സ്മരണീയമാണ്. അതും മദീന ഇമാം ഉണർത്തിയതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ദുനിയാവിൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടത്തിയതിന് പുറമെ നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങൾ ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിനോട് ചോദിച്ച് വാങ്ങി അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്തയും വാഗ്ദാനവും ചെയ്തതിന്റെ ശേഷമേ റസൂലുള്ളാഹി ഇവിടുന്ന് നമ്മളോട് വിട വാങ്ങിയിട്ടുള്ളൂ.